നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഈ ദേവമ്മയ്ക്ക് എല്ലാരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ആരെയും വെറുക്കാൻ അറിയില്ല. ഇനിയെങ്കിലും നീ അത് തിരിച്ചറിഞ്ഞാൽ നിനക്ക് നല്ലത്. വൈശാഖിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ മെസ്സേജ് അയക്കരുതെന്ന്. മെസ്സേജ് അയച്ചാൽ ഞാനത് ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോവെന്ന്. കേക്കണ്ടേ? ഒരു മെസ്സേജ് കൊടുത്തിട്ട് മൈഥിലി എന്താ റിപ്ലൈ ഒന്നും തരാത്തെ? ഈ മാരണം വന്ന് കുറുകെ ചാടിയില്ല. അല്ല, നീ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ അമ്പലത്തിലേക്കൊന്ന് പോവാമേ. ഈ നേരത്തോ? ഇപ്പൊ ഉച്ചപൂജയും കഴിഞ്ഞ് നടയടച്ച് ശാന്തിക്കാരൻ തിരുമേനി അയാളുടെ വീട്ടിൽ പോയി കാണും. അമ്പലത്തിൽ മാത്രമല്ലമ്മേ, എനിക്ക് വേറെ ചില കാര്യങ്ങൾക്കും പോവാനുണ്ട്. നീ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോകുന്നത് ശരിയല്ല. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോടും കൂടെ പറയാലോ. ഞാനും കൂടെ വരാം നിന്റെ കൂടെ. എനിക്ക് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നൊന്നും ഇഷ്ടമല്ല. ആരും എന്റെ കൂടെ വരണ്ട. ഗർഭാലസ്യമുള്ള സ്ത്രീകളോ പുറത്തൊറ്റയ്ക്ക് പോവാൻ പറ്റില്ല. ഈ കാര്യം അമ്മയെങ്ങാനും അറിഞ്ഞാലേ എന്നെ കൊല്ലും. എന്താ കോള് കട്ട് ചെയ്തത്? ആരാ വിളിച്ചത്? അത് എന്റെ വീട്ടിൽ നിന്നാ അമ്മയെ വിളിച്ചത്. ആ, അമ്മമാര് വിളിച്ച സന്തോഷത്തോടെ ഫോൺ എടുക്കുകയല്ലേ വേണ്ടത്. നീ എന്തിനാ അത് കട്ട് ചെയ്തത്? ആ പാവം വല്ലാതെ വിഷമിക്കില്ലേ? അമ്മ തന്നെയായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം കാണും. നീ ഫോൺ എടുക്ക്. ഫോൺ എടുക്ക്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. നീ എന്താ പിന്നെ അമ്മയുടെ ഫോൺ കട്ട് ചെയ്യുന്നു? ഇതിലെന്തോ ഒരു തരികിട ഉണ്ടല്ലോ. നീ എന്താ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ? നല്ല ചൂട്. ആ, വല്ലാത്തൊരു ചൂടാണെന്ന് എനിക്കും തോന്നി. മേടമാസമൊക്കെ അല്ലേ? ആ, പിന്നെ ഏതായാലും വിളിച്ചു തരാണെന്ന് ഞാനും നോക്കട്ടെ. ഫോണിങ് തന്നെ. അതെന്തിനാ ഒരാളുടെ ഫോണ് മറ്റൊരാളെ നോക്കുന്നത്? ശരിയല്ല. ഒരു ശരികേടുമില്ല. ഞാനേ നിന്റെ അമ്മായിയമ്മയാ. നിന്റെ കാര്യം നോക്കാനുള്ള അധികാരമൊക്കെ എനിക്കുണ്ട്. ഫോണിങ് താ. ഇങ്ങോട്ട് തരാം. അല്ല പിന്നെ. ദൈവമേ, തകർന്നു, എല്ലാം തകർന്നു. നല്ല തല്ലുകൊണ്ടാലേ ഇവൾ അടങ്ങും. അമ്മ വിഷമിക്കണ്ട. തൽക്കാലം ഇവൾ ചെമ്പകമംഗലത്തിന് താമസിക്കട്ടെ. ഞാനും കൂടി മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിക്കാം. പക്ഷേ അവളെ സൂക്ഷിക്കണം.
ഏത് നേരത്താണ് ഇവള് ജയരാമൻ അങ്കിളിന്റെയും മാധുരി ആന്റിയുടെയും ഫോട്ടോ എല്ലാരെയും കാണിക്കുന്നതെന്നറിയില്ല. അങ്ങനെ വല്ലതും സംഭവിച്ച അതോടെ തീരുവല്ല. അത് തന്നെ. ആരെങ്കിലും കണ്ടോ മക്കളെ? ഇല്ല, ആരും കണ്ടിട്ടില്ല. ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ മുത്തശ്ശി കാണാതിരുന്നാ മതി. മുത്തശ്ശി കണ്ട മുത്തശ്ശനെ പൊരിക്കോ? ഒരിക്കേ വറക്കൊന്നുമില്ല. എന്നാലും ഇതൊരു ചീപ്പ് ഏർപ്പാടല്ലേ? ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമൾ ഹോട്ടലിൽ നുണ്ണിയപ്പൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു പലരും പറയില്ലേ? അല്ല, എല്ലാവരുടെയും കണ്ണുവിട്ടിച്ച് നിങ്ങളിത് എങ്ങനെ ഒപ്പിച്ചു? അത് മുത്തശ്ശ, ഡെലിവറി ചെയ്യാൻ വരുന്ന ആളെ കാത്ത് ഞങ്ങൾ നമ്മുടെ ഗേറ്റിന്റെ പുറത്തു നിന്ന് കളിച്ചോണ്ടിരുന്നു. അയാള് വന്നപ്പോ ഇതും വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് ഓടി. നമ്മള് 3 പേരും കൂടെ ഈ രഹസ്യ ഏർപ്പാടേ അധിക നാൾ നീണ്ടുപോകുമെന്ന് എനിക്ക് തോന്നില്ല. പലനാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പഴമൊഴി തന്നെ ഉണ്ട്. പോകുന്നിടത്തോളം പോട്ടെ. ഇത്ര പേടിയാണെങ്കിൽ മുത്തശ്ശൻ എന്തിനാ ചെയ്യുന്നത്? ഓ ചക്കര മുത്തേ, എനിക്കിങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. എനിക്കിഷ്ടമില്ലാത്തത് നിങ്ങളുടെ മുത്തച്ഛക്ക് ഇഷ്ടമില്ലാത്തോണ്ടാ. പക്ഷേ ഈ ഉണ്ണിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഒരു മുരിഞ്ഞ രുചി, നെയ്മണം, വറുത്ത തേങ്ങാക്കൊത്ത്, ഇതാ കഴിക്കും. അത് നോക്ക്. മാധുരിവധം, ജയറാം അറസ്റ്റിൽ. ഭാര്യ മാധുരിയെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതിന് ഭർത്താവ് ജയറാം പിടിയിൽ. കോടതി റിമാൻഡ് ചെയ്ത് ജയറാമനെ സബ് ജയിലിലേക്ക് അയച്ചു. അച്ഛാ, അച്ഛൻ ധൃതിയിൽ എങ്ങോട്ട് പോവാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. അതെവിടേക്കാ അച്ഛാ? എല്ലാം തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? സത്യശീല, സർ. കാറിറക്ക്. ആ ശരി സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.